ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 30 വ്യാഴാഴ്ചയാണ്. ആദ്യം യുഎസിലെ 3 മാർക്കറ്റുകളും ഇന്നലെ നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. സ്മോൾ ക്യാപ്പ് റസൽ 2000 ആണ് വലിയ നഷ്ടം രേഖപ്പെടുത്തിയത്. 1.5% ഇടിഞ്ഞത്. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.62 ഉയർന്നതും ഡോളർ ഇൻഡെക്സ് 105 മുകളിലായതുമാണ് ഈ ഇടിവിന് കാരണമായത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യുഎസിന്റെ ഫ്യൂച്ചേഴ്സും കനത്ത ഇടിവിലാണ് എന്നത് ഇന്ന് ഓപ്പൺ ചെയ്യുന്ന നിഫ്റ്റിയിൽ ഒരു 85 മുതൽ 95 പോയിന്റ്സിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിനും സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നു. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ന് മന്ത്ലി എക്സ്പയറിയാണ്, അതുകൊണ്ട് ഹൈ വൊളറ്റാലിറ്റി തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു നെഗറ്റീവ് ആയിട്ടുള്ള വാർത്ത കൂടിയുള്ളത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് ചില ആനുകൂല്യങ്ങൾ നഷ്ടമായേക്കാം എന്ന് സെബി പറഞ്ഞിരിക്കുന്നു. ഏതായാലും എല്ലാ വാർത്തകളും വിശദമായി തന്നെ നോക്കാം. ആദ്യം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമന്റ് വളരെ വിലപ്പെട്ടത് തന്നെയാണ്, കമന്റ് ചെയ്യാനും ശ്രമിക്കുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക്. ആദ്യം സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ S&P റേറ്റിംഗ് ഏജൻസി ബുധനാഴ്ച സ്റ്റേബിളിൽ നിന്ന് പോസിറ്റീവായി ഇന്ത്യൻ എക്കോണമിയുടെ ഔട്ട്ലുക്ക് അപ്ഗ്രേഡ് ചെയ്തു. ഓവറോൾ റേറ്റിംഗ് ഇപ്പോൾ BBB- ആണ്. ഇനി ഈ പോസിറ്റീവ് ഔട്ട്ലുക്കിനുള്ള കാരണങ്ങൾ കൂടി നോക്കിയാൽ സുസ്ഥിരമായ നയസ്ഥിരത, ആഴത്തിലുള്ള സാമ്പത്തിക സ്ഥിരത എന്നിവയുടെ പ്രതീക്ഷകളാണ് പോസിറ്റീവ് വീക്ഷണത്തിന് കാരണം. ഇതുകൂടാതെ ജാഗ്രതയോടുകൂടിയുള്ള പണനയങ്ങൾ സർക്കാരിന്റെ കടവും പലിശയും കുറയ്ക്കുമെന്നും സാമ്പത്തിക പ്രതിരോധം വർദ്ധിപ്പിക്കുകയും അടുത്ത 24 മാസത്തിനുള്ളിൽ ഉയർന്ന റേറ്റിംഗിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് S&P അഭിപ്രായപ്പെടുന്നു. ഏതായാലും ഇന്ത്യൻ എക്കോണമിക്ക് വളരെ അനുകൂലമായ ഒരു വാർത്ത തന്നെയായിരുന്നു. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി പുറത്തുവിട്ട പുതിയ മാനദണ്ഡങ്ങൾ കാരണം വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർക്ക് ആനുകൂല്യങ്ങൾ നഷ്ടമായേക്കാം എന്നൊരു വാർത്തയാണ്. പൂൾഡ് ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിളായി പ്രവർത്തിക്കുന്ന വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർക്ക് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അധിക വെളിപ്പെടുത്തൽ ആവശ്യകതയിൽ നിന്നുള്ള ഇളവുകൾ നഷ്ടമായേക്കാം. ഇനി പൂൾഡ് ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിൾ PIV എന്നത് ഒന്നിലധികം നിക്ഷേപകർ ഒരു പൂളിലേക്ക് ഫണ്ട് സംഭാവന ചെയ്യുന്ന ഒരുതരം നിക്ഷേപ ഘടനയാണ്. പുതിയ വെളിപ്പെടുത്തൽ ആവശ്യകതകൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് നോൺ കംപ്ലൈന്റ് PVകൾക്ക് അവരുടെ പോർട്ട്ഫോളിയോകൾ പുനർക്രമീകരിക്കാൻ ഓഗസ്റ്റ് 20 വരെ സമയമുണ്ട്. ഈ വാർത്തയോട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എത്തരത്തിലാണ് പ്രതികരിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരുപക്ഷെ വലിയ സെല്ലിംഗിലേക്കൊക്കെ അവർ പോയി എന്നും വരാം. മറ്റൊരു സ്റ്റോക്ക് ന്യൂസ് ഉള്ളത് പേടിഎമ്മുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നലെ പേടിഎം 5% നേട്ടമുണ്ടാക്കിയിരുന്നു. അദാനി ഗ്രൂപ്പ് പേടിഎം ഏറ്റെടുക്കും എന്നതായിരുന്നു വാർത്ത. എന്നാൽ പേടിഎമ്മും അദാനി ഗ്രൂപ്പും ഓഹരി വിൽക്കുന്ന കാര്യം പരിഗണിക്കുന്നു എന്ന മാധ്യമ വാർത്തകൾ നിഷേധിച്ചു കഴിഞ്ഞു. ഇന്നലെ മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന Q4 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ടാറ്റ സ്റ്റീൽ. ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ വലിയ ഇടിവ് തന്നെയാണ് വന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ 64.6% ഇടിവ് വന്നിരിക്കുന്നു. 554.6 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1566.2 കോടി രൂപയായിരുന്നു നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരുന്നത്. റവന്യൂവിലും 6.8% ഇടിവുണ്ടായിട്ടുണ്ട്. കമ്പനി ഡിവിഡൻഡായി 3 രൂപ 60 പൈസയാണ് പ്രഖ്യാപിച്ചത്. കൂടാതെ പ്രൈവറ്റ് പ്ലേസ്മെന്റുകൾ വഴി ഒന്നോ അതിലധികമോ തവണകളായി അധിക ഡെപ്റ്റ് സെക്യൂരിറ്റികൾ നൽകി 3000 കോടി രൂപ വരെ സമാഹരിക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകി. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി കമ്മിൻസ് ഇന്ത്യയായിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 54.4% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. റവന്യൂവിൽ 20% വർധനവാണ് വന്നിരിക്കുന്നത്. ബോർഡ് ഫൈനൽ ഡിവിഡൻഡായി 20 രൂപയാണ് പ്രഖ്യാപിച്ചത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി ലെമൺ ട്രീ ഹോട്ടൽസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 42.3% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. റവന്യൂവിൽ 29.5% വർധനവും വന്നിരിക്കുന്നു. നല്ല റിസൾട്ട് തന്നെയാണ്. അടുത്തത് GMR എയർപോർട്ട് ഇൻഫ്രയാണ്. നെറ്റ് ലോസ് കുറഞ്ഞിരിക്കുകയാണ്. 167.6 കോടി രൂപയിലാണ് നെറ്റ് ലോസ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 638.9 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂവിലും നല്ല ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. 29.5% വർധനവാണ് വന്നിരിക്കുന്നത്. ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനികൾ നോക്കിയാൽ ഏകദേശം 900-ലേറെ കമ്പനികളുടെ റിസൾട്ടാണ് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പോളോ ഹോസ്പിറ്റൽസ്, ഭാരത് ഡൈനാമിക്സ്, കോൺകോഡ് ഡ്രഗ്സ്, ഗേറ്റ്വേ, ഗോഡ്ഫ്രി ഫിലിപ്സ്, ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ്, ലെക്സ് ഇൻഡസ്ട്രീസ്, മാർക്സ് ആൻഡ് ഫാർമ, മുത്തൂറ്റ് ഫിനാൻസ്, പ്ലാസ വയേഴ്സ്, സെൽസാർ ടെക്നോ എഞ്ചിനീയറിംഗ്, സൺടെക് റിയാലിറ്റി, സുവൻ ഫാർമ, സ്വാൻ എനർജി, ടാർസൺ പ്രൊഡക്ട്സ്, TBO ടെക്, വെൽപ്സൺ കോർപ്പ് എന്നീ കമ്പനികളുടേതാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ GMR എയർപോർട്ട് ആൻഡ് ഇൻഫ്ര, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ഹിന്ദുസ്ഥാൻ കോപ്പർ, വോഡാഫോൺ ഐഡിയ എന്നീ കമ്പനികളാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മണിക്കാണ്. 10 മണി മുതൽ 3:30 വരെ ലൈവ് ഉണ്ടായിരിക്കും. ആ സമയങ്ങളിൽ നിങ്ങൾക്ക് ലൈവ് കാണാൻ സാധിക്കുന്നില്ല, ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ
ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന എഡ്യൂക്കേഷണൽ മീറ്റപ്പിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കമന്റ് ബോക്സിൽ നമ്മൾ ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്തിട്ടുണ്ട്, അത് ഫിൽ ചെയ്യുക. അടുത്തത് നിഫ്റ്റിയിലേക്ക് വരാം. നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇന്നലത്തെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഹൈലൈറ്റ്സിലേക്ക്. ഗ്ലോബൽ മാർക്കറ്റുകളുടെ വീക്ക്നെസ്സിൽ ഇന്ത്യൻ മാർക്കറ്റുകളിൽ പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ സ്റ്റോക്കുകളായ ICICI ബാങ്ക്, HDFC ബാങ്ക് എന്നിവയുടെ നഷ്ടത്തിൽ നിഫ്റ്റി ബാങ്ക് 1% ഇടിഞ്ഞു. ഈ ഇടിവ് സെൻസെക്സ്, നിഫ്റ്റി എന്നിവയിലും തുടർന്നു. ക്രൂഡ് ഓയിലിന്റെ വില ഉയർന്നത് ഓയിൽ കമ്പനികളിൽ ഒരു പ്രഷർ ഉണ്ടാക്കി. ഓയിൽ കമ്പനികൾ ഇന്നലെ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റിയിലേക്ക് 22,704 183 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട 22,750 മുതൽ 22,800 വരെയുള്ള ബ്രേക്ക് ഔട്ട് സോണിന് താഴെയായിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ നിഫ്റ്റിയിലുണ്ടായ ലോ 22,685 ആണ്. ആ ഒരു ലെവൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ 10-day EMA ഉള്ളതും ആ ലെവലിൽ തന്നെയാണ്. ഡൗൺ സൈഡിൽ 20-day EMA ഉള്ളത് 22,575 റേഞ്ചിലാണ്. ഇതുകൂടാതെ മെയ് 23 ലോങ് ഗ്രീൻ കാൻഡിലിന്റെ ലോയും ഏകദേശം 20-day EMAയോട് അടുപ്പിച്ചാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ലെവൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഏതായാലും നിഫ്റ്റി ഇപ്പോൾ തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് നെഗറ്റീവിലുള്ളത്. മാത്രമല്ല ഒരു സെല്ലിംഗ് പ്രഷർ ഇപ്പോൾ കാണാനും സാധിക്കുന്നുണ്ട്. അപ്സൈഡിൽ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ള ലെവൽ ഒരു ബിയറിഷ് ഗ്യാപ്പ് ഇന്നലെ ഫോം ആയിരുന്നു. ആ ലെവൽ 22,825 മുതൽ 22,860 വരെയുള്ള റേഞ്ചാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റിക്ക് മുകളിലേക്ക് വരാൻ സാധിച്ചുവെങ്കിൽ 23,000 ആണ് അടുത്ത ഒരു മേജർ റെസിസ്റ്റൻസ് ആയി വരുന്നത്. അടുത്തത് ഡേ കാൻഡിൽ. വലിയ ലോവർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് കാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 23,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 23,000 സ്ട്രൈക്കിലും അതിനുശേഷം 23,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,700 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,500-ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 22,700 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 15% വർധനവ് മാത്രമാണ് കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. പുട്ട് സൈഡിൽ 160% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 22,650 സ്ട്രൈക്കിൽ 74% വർധനവ് പുട്ട് സൈഡിലുണ്ട്, ലോങ് ബിൽഡപ്പ് തന്നെയാണ്. 223% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്, ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ്. അടുത്തത് 22,750 സ്ട്രൈക്കിൽ 66% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 1061% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിലും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി തന്നെ നിൽക്കുന്നു എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 48,501 640 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട 48,500 ലെവലിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നത് മാത്രമാണ് പോസിറ്റീവായി കാണാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട 49,000 എന്ന സപ്പോർട്ട് ഇതിനോടകം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ഡൗൺ സൈഡിൽ 48,400-ലാണ് 21-day EMA ഉള്ളത്. ആ ലെവൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല നല്ല സെല്ലിംഗ് പ്രഷർ വരികയാണെങ്കിൽ 48,000 എന്ന റേഞ്ചിലേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 49,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 50,000 സ്ട്രൈക്കിലും അതിനുശേഷം 49,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ 49,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,000 സ്ട്രൈക്കിലും അതിനുശേഷം 48,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000-ഉമാണ്. ഇന്ത്യ വിക്സ് ഉള്ളത് 24.18 എന്ന നിലയിലാണ്. 0.08% ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്ത F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം ഗ്രിൻവെൽ നോർട്ടൺ. ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്ന സ്റ്റോക്ക് ആയിരുന്നു. സ്റ്റോക്ക് നമ്മൾ എൻട്രി എടുക്കുന്നത് 2,495-ൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്ന 2,700 ആയിരുന്നു. 2,635 വരെയാണ് സ്റ്റോക്ക് ഇൻട്രാഡേയിൽ മാത്രം അപ്പായത്. ഏകദേശം 5.3% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. ഇന്നലെ ഇൻട്രാഡേയിൽ വലിയ പ്രോഫിറ്റിലേക്ക് പോയ മറ്റൊരു സ്റ്റോക്ക് ആയിരുന്നു EID പാരി. എൻട്രി എടുക്കുന്നത് 669-ൽ 684.7 വരെയാണ് അപ്പായത്. 2.2% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. ടാർഗറ്റ് ഹിറ്റ് ചെയ്ത F&O സ്റ്റോക്ക് അദാനി പോർട്ട് 1,420 PE ആയിരുന്നു. എൻട്രി എടുക്കുന്നത് മെയ് 28-ന് 106.85 എന്ന നിലയിലായിരുന്നു. 124 ആയിരുന്നു ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. ഇന്നലെ 124 അച്ചീവ് ചെയ്യുകയും ചെയ്തു. ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ കുറച്ച് സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.
ഇന്ന് നമ്മൾ പറയുന്ന ഒരു സ്വിംഗ് സ്റ്റോക്ക് ചാലറ്റ് ഹോട്ടൽസ് ആണ്. ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 776 രൂപയാണ്. ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 1020 ആണ്. സ്റ്റോക്ക് 25% അടുപ്പിച്ച് പ്രോഫിറ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ 10 മുതൽ 15% വരെ വെക്കാവുന്നതാണ്. ഈ സ്റ്റോക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. കൃത്യമായി തന്നെ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും ഒക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS വീണ്ടും വലിയ സെല്ലിങ്ങിലേക്കാണ് ഇന്നലെ പോയത്. FIS അവരുടെ സെല്ലിംഗ് കുറച്ചു വന്ന് ബൈയിങ്ങിലേക്ക് തിരികെ വന്നു എന്ന പ്രതീക്ഷകളിലായിരുന്നു നമ്മൾ. ഇന്നലെ 5841 കോടി രൂപയ്ക്കാണ് FIS സെല്ല് ചെയ്ത്. DIS ആവട്ടെ 5233 കോടി രൂപയ്ക്ക് ബൈ ചെയ്ത് മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു. US മാർക്കറ്റിലേക്ക് ബുധനാഴ്ച US സ്റ്റോക്കുകൾ ഇടിയുകയുണ്ടായി. ട്രഷറി ഈൽഡുകളിൽ നേട്ടം ഉണ്ടായതും ഫെഡറൽ റിസർവ് എന്ന് ഒരു റേറ്റ് കട്ടിലേക്ക് പോകും എന്ന ആശങ്കകളുമാണ് ഇടിവിന് കാരണം. ഡൗ ജോൺസ് 1.06% ഇടിഞ്ഞു. S&P 500 0.74% ഇടിഞ്ഞപ്പോൾ നാസ്ഡാക്ക് 0.58% ഇടിഞ്ഞത്. പിന്നീട് അവിടെ വലിയൊരു ഇടിവിലേക്ക് പോയ സെഗ്മെന്റ് സ്മോൾ ക്യാപ് സെക്ടർ ആയിരുന്നു. റിസൾട്ട് 2000 1.5% ഇടിയുകയുണ്ടായി. ഇന്നലെ US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.62% ഉയർന്നു. ഡോളർ ഇൻഡെക്സ് 105 തിരികെ എത്തി. CME ഫെഡ് വാച്ച് ടൂൾ പ്രകാരം സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിപ്പോൾ നവംബർ അല്ലെങ്കിൽ ഡിസംബറിലേക്ക് നിരക്ക് കുറയ്ക്കൽ പ്രതീക്ഷകൾ മാറി. ഇതുമാണ് ഇന്നലെ മാർക്കറ്റ് ഒരു ഇടിവിലേക്ക് പോകാനുള്ള കാരണങ്ങളായത്. മാത്രമല്ല ഇന്നലെ US ഫെഡ് സർവേ ആയ ബീച്ച് ബുക്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പറഞ്ഞത് മോഡസ്റ്റ് ഗ്രോത്ത് ഇൻ US എക്കോണമി എന്നായിരുന്നു. ഏപ്രിൽ ആദ്യം മുതൽ മെയ് അവസാനം വരെ US സാമ്പത്തിക പ്രവർത്തനങ്ങൾ വികസിച്ചതായി കണ്ടു. പണപ്പെരുപ്പം മിതമായ രീതിയിലാണ് വർദ്ധിച്ചതെന്നും റിപ്പോർട്ട് കാണിച്ചു തരുന്നു. ഇനി വെള്ളിയാഴ്ച പുറത്തു വരുന്ന പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ ഫെഡറൽ റിസർവിന്റെ പണപ്പെരുപ്പത്തിന്റെ മുൻഗണന അളവുകോൽ കൂടിയാണ്. അതുകൊണ്ട് PCE ഡാറ്റ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്ക് ആദ്യം ഇൻഫോസിസ് 1.87% ഇടിഞ്ഞത്. വിപ്രോ 2.05% ഇടിവും രേഖപ്പെടുത്തി. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 1.60% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 1.23% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി 0.58% ഇടിവും മേക്ക് മൈ ട്രിപ്പ് 1.64% ഇടിയുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് വലിയ ഇടിവിലാണ്. ഡൗ ജോൺസ് 0.72% ഇടിവിലും S&P 500 0.32% ഇടിവിലും നാസ്ഡാക്ക് 0.42% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഇടിഞ്ഞ് യൂറോപ്യൻ വിപണി. കനത്ത സെല്ലിംഗ് ആണ് ഇന്നലെയും കണ്ടത്. UK മാർക്കറ്റ് FTSE 0.86% ഇടിഞ്ഞു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 1% ഇടിഞ്ഞു. ഫ്രാൻസ് മാർക്കറ്റ് CAC 1.5% ഇടിയുകയും ചെയ്തു. സ്റ്റോക്ക് 600 1% ഇടിവ് രേഖപ്പെടുത്തി. മൈനിങ് സ്റ്റോക്കുകളാണ് വലിയ നഷ്ടമുണ്ടാക്കിയത് 2%. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റുകൾ ഡാക്സ് 0.02% നേട്ടത്തിൽ, CAC 0.01% ഇടിവിൽ, FTSE 0.06% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഇന്ന് ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇടിവിൽ തന്നെയാണ്. നാളെ ഏഷ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. ജപ്പാനിൽ നിന്നും സൗത്ത് കൊറിയയിൽ നിന്നും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഫിഗേഴ്സ് ഉണ്ട്. ചൈനയിൽ നിന്നും ഒഫീഷ്യൽ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റയും ഇന്ത്യയിൽ നിന്ന് GDP ഗ്രോത്ത് റേറ്റും പുറത്തുവരും. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,655 എന്ന നിലയിലാണ്. 64.50 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ 85 മുതൽ 95 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഉള്ളത് 2%-ലേറെ ഇടിവിലാണ്. തായ്വാൻ മാർക്കറ്റ് 0.89% ഇടിവിലും, കോസ്പി മാർക്കറ്റ് 0.69% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.31% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂടുതൽ കാലം നിലനിർത്താൻ കാരണമായേക്കാവുന്ന ദുർബലമായ സാമ്പത്തിക ഡാറ്റയും കൂടാതെ ഗ്യാസോലിൻ ഡിമാൻഡും സാമ്പത്തിക ആശങ്കകൾ കാരണം ബുധനാഴ്ച എണ്ണവില 1% ഇടിവ് രേഖപ്പെടുത്തി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $83.46 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.11% നേട്ടത്തിൽ. WTI ഉള്ളത് $79.30 പെർ ബാരൽ എന്ന നിലയിൽ 0.09% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തത്. ഈ വാർത്തകൾ റോയിറ്റേഴ്സ്, മിന്റ്, മണി കൺട്രോൾ, CNBC തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.